വാരപ്പെട്ടയിൽ ഹരിതകർമ്മസേനയുടെ മാലിന്യ ചാക്കുകൾക്കിടയിൽ നിന്ന് കൂറ്റൻ മൂർഖൻ പാമ്പിനെ പിടികൂടി. പാമ്പുപിടുത്ത വിദഗ്ധൻ സേവി തോമസ് സംഭവസ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടി കോതമംഗലം ഫോറസ്റ്റിന് കൈമാറി. വാരപ്പെട്ടിയിൽ ഹരിതകർമ്മസേനയുടെ മാലിന്യ ചാക്കുകൾക്കിടയിൽ നിന്നുമാണ് കൂറ്റൻ മൂർഖൻ പാമ്പിനെ പിടികൂടിയത്. ഇന്ന് രാവിലെ ഹരിതകർമ്മസേനയുടെ ജീവനക്കാരാണ് മാലിന്യ ചാക്കുകൾക്കിടയിൽ മൂർഖനെ കണ്ടത്. കോതമംഗലം ഫോറസ്റ്റ് ഓഫീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് പാമ്പ് പിടുത്ത വിദഗ്ധൻ സേവി തോമസ് സ്ഥലത്തെത്തി ചാക്കുകൾ മാറ്റി പാമ്പിനെ പിടികൂടുകയായിരുന്നു. ചേട്ടാ പുറത്തോട്ടൊന്ന് കാണിച്ചിട്ടുണ്ടോ? അടയ്ക്ക പാമ്പുകൾ വരാതിരിക്കാൻ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നും പിടികൂടിയ പാമ്പിനെ കോതമംഗലം ഫോറസ്റ്റിന് കൈമാറുമെന്നും പാമ്പിനെ പിടികൂടിയ സേവി തോമസ് പറഞ്ഞു. ഇതിപ്പോ കോതമംഗലം മുനിസിപ്പാലിറ്റി വാരപ്പെട്ടി പഞ്ചായത്തിന്റെ കീഴില് വേസ്റ്റ് ഡമ്മിങ് ഹരിതകർമ്മസേനയുടെ വേസ്റ്റ് ഡമ്മിന്റെ യാർഡിനകത്ത് കണ്ടൊരു പാമ്പിനെ കണ്ടു പറഞ്ഞ് എന്നെ വിളിച്ചതാണ്. കോതമംഗലം RRT നിന്ന് ഇവിടുന്ന് വിളിച്ചു, ഈ പഞ്ചായത്തിൽ നിന്ന് വിളിച്ചായിരുന്നു. അപ്പോൾ ഞാനിവിടെ വന്നു കഴിഞ്ഞ് വേസ്റ്റ് പ്ലാസ്റ്റിക് കൂട്ടി വെച്ച് ചാക്ക് മാറ്റി കഴിഞ്ഞപ്പോഴാണ് പോയിട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ എനിക്ക് തോന്നിയത് വിഷമുള്ള പാമ്പായിരിക്കും എന്നുള്ളത്. അത് മൂർഖനായിരുന്നു, നല്ല പടം പൊഴിക്കാറായ നല്ല ആരോഗ്യമുള്ള നല്ല സൈസ് മൂർഖൻ. ഇതിപ്പോൾ വേനൽക്കാലം കഴിഞ്ഞ് മഴക്കാലം തുടങ്ങുമ്പോഴും ഇതിപ്പോൾ തീറ്റയ്ക്ക് കയറി വന്നിരിക്കുന്നതാണ്. കാരണം ഇത് വേസ്റ്റ് ഡമ്മിങ് യാർഡാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ എത്ര സൂക്ഷിച്ചാലും എലികളുണ്ടാവും. ഇതിൻ്റെ തീറ്റ അവിടെയുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഇതിനകത്ത് തൊഴിലാളികളോ പഞ്ചായത്ത് എത്ര സൂക്ഷിച്ചാലും ഇതിനകത്ത് എലികൾ അതിനുള്ള തീറ്റ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പാമ്പ് വരാതിരിക്കുക എന്ന് പറയുന്ന ഒരു സജഷൻ അല്ല. എന്തായാലും പാമ്പ് വരും. പാമ്പ് വന്ന് എന്നാലും ഭാഗ്യം കൊണ്ട് ആർക്കും ഒരു അപകടവും പറ്റിയില്ല. പാമ്പിനെ കാണാൻ പറ്റി. ഏതായാലും സേഫായിട്ട് ബാഗ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇന്ന് തന്നെ കോതമംഗലം ഫോറസ്റ്റ് ഓഫീസിലേക്ക് കൈമാറുന്നതായിരിക്കും. ആരെയും കൊതിയോടെ ഉണർത്തുന്ന ഹൈസയുടെ രുചിയും മണവും ഇനി നിങ്ങളിലേക്കും.